ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോയിൽ ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചാനൽ ടോപ്പ് കമന്റേഴ്സിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങേണ്ടത് 24 ക്യാരറ്റ് ആണോ അല്ലെങ്കിൽ 22 ക്യാരറ്റ് ഗോൾഡ് കോയിൻ ആണോ അല്ലെങ്കിൽ ആഭരണങ്ങളാണോ തുടങ്ങിയ സംശയങ്ങൾ പലർക്കും ഉണ്ടാവാം. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന പണിക്കൂലിയും GSTയും വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ നഷ്ടങ്ങൾക്ക് പുറമെ തങ്കവില അടിസ്ഥാനമാക്കിയുള്ള കുറവും നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച വീഡിയോ മുൻപ് ചെയ്തതാണ്. 22 ക്യാരറ്റ് ഗോൾഡ് കോയിൻ അഥവാ 916-ൽ 91.6% മാത്രമാണ് സ്വർണം ഉള്ളത്. ബാക്കി കോപ്പറാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉരുക്കുമ്പോൾ ലഭിക്കുന്ന അതിലെ 91.6% ഉള്ള തങ്കത്തിന്റെ വിലയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വാങ്ങുമ്പോൾ ജ്വല്ലറികൾ തങ്കവില അടിസ്ഥാനമാക്കുന്നത്. ഈ കാര്യം 22 ക്യാരറ്റ് ഗോൾഡ് കോയിന്റെ കാര്യത്തിലും ബാധകമാണ്. തങ്കവില കുറവാണെങ്കിൽ വിൽക്കുമ്പോൾ കോയിനായാലും ഈ കുറവ് വരും. എന്നാൽ തങ്കവില ഉയർന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ ഈ നഷ്ടമില്ലാതെ മുഴുവൻ തുകയും അഥവാ അന്നത്തെ റിയൽ 22 ക്യാരറ്റ് ഗോൾഡിന്റെ സ്വർണ്ണവില മുഴുവൻ നമുക്ക് ലഭിക്കാറുണ്ട്. ചിലപ്പോൾ അതിന് മുകളിലും ലഭിക്കുന്ന സമയങ്ങൾ വരാറുണ്ട്. എന്നാൽ 24 ക്യാരറ്റ് അഥവാ തങ്കമാണ് നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നതെങ്കിൽ വിൽക്കുന്ന സമയത്ത് നഷ്ടമില്ലാതെ മുഴുവൻ തുകയും നമുക്ക് ലഭിക്കുന്നു. ലോക്കൽ മാർക്കറ്റ് ഡിമാൻഡ് ഉള്ള സമയത്താണെങ്കിൽ കൂടുതൽ വില നൽകി അവർ എടുക്കാറുമുണ്ട്. അങ്ങനെയെങ്കിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടത് 24 ക്യാരറ്റ് ആണ്. ഈ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി ചാനൽ ടോപ്പ് കമന്റേഴ്സിനെ പരിചയപ്പെടാം. അതിനു മുൻപ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പലപ്പോഴും വളരെ തിരക്കിലാവുമ്പോൾ കമന്റുകൾ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പുറമെ നിങ്ങളുടെ കമന്റുകൾ എനിക്ക് നോട്ടിഫിക്കേഷനായി കാണാൻ കഴിയില്ല. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്ത് മാത്രമേ കാണാൻ കഴിയൂ. ഞാൻ നൽകുന്ന റീപ്ലേകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കാണാൻ സാധിക്കുമായിരിക്കും. എനിക്ക് കാണാത്തതിന് കാരണം യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് അതുപോലെ യൂട്യൂബ് ആപ്പ് എന്നിവ പ്രൈവസി പാസ്വേഡ് നൽകി ആപ്പ് ലോക്ക് ചെയ്തത് കൊണ്ടാണ്. ഈ ആഴ്ചയിൽ ടോപ്പ് കമന്റേഴ്സായി വന്നിട്ടുള്ളത് ആരൊക്കെയെന്ന് നോക്കാം. ഈ ആഴ്ചയിൽ ഷീജ ധനു, പാത്തൂസ്, വിനിതായസം, മാസ്റ്റർ ജി, ഫദീല തുടങ്ങിയവരെയാണ് കമ്മ്യൂണിറ്റി സ്പോട്ട്ലൈറ്റിൽ കാണിക്കുന്നത്. ഇതുവരെയുള്ള മൊത്തം കമന്റ് നോക്കിയാൽ വിജു കനാട്ട്, അനിത അനിൽ, ടോംസ് ആന്റണി, രാജൻ KS, ഹസ്നത്ത് ഹസി, നൈറ അഫ്രീൻ, ഏഞ്ചൽ മരിയ ജോസഫ്, TK ലത്തീഫ്, CM കാസിം, സുഹൈല റാഷിദ്, ബഷീർ മരങ്ങാട്ട്, ഷാഫി ചക്കുടൽ, ഷറഫുദ്ദീൻ തുണ്ടിക്കൽ, അബ്ദുൽ നസീർ, സൈഫുദ്ദീൻ, ജൗഹറ ജബിൻ, SMK, അബ്ദുൽ ബഷീർ, മുനീർ, സഫ്ന O, സ്പാർക്ക് മോട്ടിവേഷൻ, ഫൈസാൻ, റിസ VP, ഷറഫൂസ് വേൾഡ്, റംസ ഷുക്കൂർ, ഷംലു സമദ്, റസീന, ഫസീല ബാബു, ജിൽസി സണ്ണി, ഷാലു, നഷു, ഹല, സൽമു സാഹിർ, സൈനു സൂപ്പർ സോൺ, റോജോ ജോസഫ്, അമ്പിളി, രശ്മി അരുൺകുമാർ, അർഫാത്ത് തുടങ്ങിയവരാണ്. ചാനലിന് പൂർണ്ണ പിന്തുണയും സന്തോഷവും നൽകുന്ന ഒരുപാട് നല്ല കമന്റുകൾ പലപ്പോഴും കാണാറുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, സന്തോഷം പങ്കിടുന്നു. തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.